കുട്ടി അകത്തേക്ക് പൊയ്ക്കോളൂ. അവളെ ഇനി മറ്റുള്ളവർ കൊത്തിപ്പറിക്കരുതെന്ന കരുതലോടെ പ്രസേനൻ പറയുമ്പോൾ അവളത് നിഷേധിച്ചു. ഇല്ലെങ്കിലും അർഹതയില്ലാത്തിടത്ത് അവൾ തൂങ്ങിക്കിടക്കാറില്ല. അവളുടെ അറിവിൽ ശക്തിശ്രീയെ അറിയാവുന്നതായി ആകെ ഒരാൾ മാത്രമേയുള്ളൂ. അവളുടെ ആത്മാർത്ഥ സുഹൃത്ത് അഞ്ജന കൃഷ്ണൻ ഇപ്പോൾ നാട്ടിലില്ല. ഇടയ്ക്കുള്ള ഫോൺ വിളികളിൽ മാത്രം ഒതുങ്ങിപ്പോയ സൗഹൃദമെങ്കിലും അതിൻ്റെ തീവ്രതയിൽ യാതൊരു വ്യത്യാസവുമില്ല. അഞ്ജനയെ പോലെ മറ്റുള്ളവർക്കാർക്കും അവളെ അറിയില്ല. താൻ എന്താണെന്ന് അവൾ വെളിപ്പെടുത്തിയിട്ടുമില്ല. മുറ്റത്തുയർത്തിയ പന്തലിലേക്ക് ഓരോരുത്തരും പല സംഘങ്ങളായി പിരിഞ്ഞിരുന്നു കൊണ്ട് ചർച്ച തുടങ്ങി. അവർ മണിയാലത്തുള്ളവർ വരാൻ കാത്തിരിക്കുകയാണ്. അതിനുശേഷം സംസാരിക്കാമെന്ന് പ്രസേനൻ പറഞ്ഞതിന് ശേഷമുള്ള പാലാഴിയിൽ ജാനകിയമ്മയുടെ വാക്കിന് മറ്റുള്ളവരും ബഹുമാനം നൽകി. അവരെപ്പോഴും നീതിയും ന്യായവും നോക്കി നിൽക്കുന്ന സ്ത്രീയാണ്. പ്രായമിത്ര കടന്നിട്ടും അവരുടെ വാക്കാണ് അവസാന തീരുമാനം. നിയാലത്തെന്ന വീട്ടുപേര് കേട്ടപ്പോഴാണ് അവർ തീരുമാനം പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞത്. അതുവരെ തൻ്റെ ചെറുമകനൊപ്പം കഴിഞ്ഞ പെൺകുട്ടി അവരുടെ മനസ്സിലും ശത്രുപക്ഷത്ത് തന്നെയായിരുന്നു. അല്ലുവും ജിനുവും അഷ്ടലക്ഷ്മിയും മുത്തശ്ശിക്കൊപ്പം മുറിയിലുണ്ട്. അവരുടെ തീരുമാനത്തെ ചുഴിഞ്ഞറിയുക എന്നതാണ് ഉദ്ദേശം. മുത്തശ്ശിയുടെ മനസ്സിലെന്താ? അതൊക്കെ വഴി അറിയാം ജിനു. ഇപ്പോൾ പറഞ്ഞാലെന്താ? അഷ്ടലക്ഷ്മിയുടെ മുഖത്ത് ധാർഷ്ട്യം നിറഞ്ഞു. എപ്പോൾ പറയണമെന്ന് പാലാഴിയിൽ ജാനകിയമ്മയോട് കൽപ്പിക്കാൻ നിന്റെ അമ്മ പോലും വളർന്നിട്ടില്ല. അവളുടെ മുഖം വിളറി. മക്കളായാലും കൊച്ചുമക്കളായാലും ഈ രീതിയിലുള്ള പെരുമാറ്റം അവർ വെച്ചു പൊറുപ്പിക്കാറില്ല. അവരുടെ പ്രതികരണം കേട്ട് അല്ലു ശാസനയോടെ സഹോദരിയെ നോക്കി. സോറി മുത്തശ്ശി, അവളറിയാതെ. അവൾക്കിഷ്ടമില്ലാത്ത ബന്ധത്തിന് ഇവിടെ ആരും നിർബന്ധിക്കില്ല. ഈ സമയം പാലാഴിയുടെ പടിക്കൽ നിർത്തിയ വണ്ടിയിൽ നിന്ന് വിനീഷും സനീഷും ചാടിയിറങ്ങി. ആ വീടിനുള്ളിൽ കഴിയാൻ മടിച്ചൊരുവൾ പന്തലിന്റെ ഓരം ചേർന്ന് നിന്നിരുന്നു. അവൾക്കരിയിൽ ഒരു ആശ്വാസം പോലെ ശിവതയും അഖിലയുമുണ്ട്. കാറ്റുപോലെ ഒരുവൻ വരുന്നതും തങ്ങളുടെ അരികിൽ നിന്ന ശക്തിയെ വലിച്ചുയർത്തി പടക്കം പൊട്ടിക്കുന്നത് പോലെ അടിക്കുന്നതും അവർ ഞെട്ടലോടെ കണ്ടു. അടികൊണ്ട് താഴെ വീണവളെ കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് മർദ്ദിക്കുമ്പോൾ ആരും അവരെ തടയാൻ മുന്നോട്ട് വന്നിരുന്നില്ല. ഞങ്ങളെ നാറ്റിക്കാൻ ഇറങ്ങി തിരിച്ചതാണോടി മോളെ? ഒരിക്കൽ കൂടി അവളുടെ നേരെ പതിഞ്ഞ വിനീഷിന്റെ കൈകളെ മറ്റൊരാൾ തടഞ്ഞു. കൈ വിടുവല്ലിച്ച, അവൻ അലറി. നിനക്ക് ഇവളെ ശിക്ഷിക്കാൻ എന്തധികാരമുണ്ട് വിനീഷേ? നിനക്കെന്നല്ല, നിന്റെയും ഇവളുടെ അച്ഛനായ എൻ്റെ അനിയന് പോലും ഒരധികാരവുമില്ല. സംരക്ഷിക്കാത്തവർ ശിക്ഷിക്കാൻ ഇറങ്ങരുത്, എന്തിൻ്റെ പേരിലാണെങ്കിലും. അയാളുടെ കടുത്ത വാക്കുകൾ കേട്ട് അവൻ അമർഷത്തോടെ അച്ഛനെ നോക്കി. ഈ പേഴ്ചവൾ കാരണം ഇനിയും ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. അവർ മുരണ്ടപ്പോൾ അയാൾ ഭയന്നുകൊണ്ട് പിന്നിലേക്ക് മാറി. ശിവദ ഈ സമയം കൊണ്ട് തറയിൽ വീണ് കിടന്ന ശക്തിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു. അവൾ തന്റെ വല്യച്ഛനായ വിനയനെ നോക്കിയെങ്കിലും അയാൾ അവൾക്ക് മുഖം നൽകിയില്ല. അത് നിറച്ച വേദനയിൽ പിന്നെയും മിഴികൾ നിറഞ്ഞു. എങ്കിലും ആരിലും അവകാശം സ്ഥാപിക്കാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അകന്നു നിന്നു. അയാൾക്ക് അവളോട് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തള്ളിക്കളഞ്ഞവരുടെയും ദ്രോഹിച്ചവരുടെയും അപമാനിച്ചവരുടെയും മുന്നിൽ തന്നെ ഇങ്ങനെ വന്ന് നിന്നല്ലോ ശക്തി. നിന്നെ ഓർത്ത് അഭിമാനിക്കാൻ തക്ക വിധത്തിൽ ഒന്നും ചെയ്തിരുന്നില്ലെങ്കിലും അപമാനം തോന്നുന്ന വിധത്തിൽ വന്ന് നിൽക്കരുതായിരുന്നു. ശക്തി മുഖം പൊത്തി ഏങ്ങലടിച്ചു. അയാൾ പിന്നെ അവിടെ നിന്നിരുന്നില്ല. മെലെ, നീ ചെയ്ത പാപമാണ്. ഇതിനൊക്കെ അനുഭവിക്കാതെ നീ പോവുകയുമില്ല. ഇപ്പോൾ തന്നെ നിന്നെ കൈവയ്ക്കുന്ന 2 ആൺമക്കൾ ഉണ്ടായില്ലേ? വിമൽ വിനയനിൽ നിന്ന് മുഖം തിരിച്ചു. വിമലും വിനയനും ചേട്ടനും അനിയനുമാണ്. ജയശ്രീയുടെ അതേ ഛായയിൽ നിൽക്കുന്ന ശക്തിയിലേക്ക് ഒരു വട്ടം വിമലിന്റെ മിഴികൾ പാളി വീണു. പിന്നെന്തോ അസ്വസ്ഥത പോലെ അയാൾ മുഖം വെട്ടിച്ചു. അയാളായി നഷ്ടമാക്കിയ അയാളുടെ സ്വർഗത്തിലെ മാലാഖ കുഞ്ഞിനെ ഇനിയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തത് കൊണ്ടാണോ കുറ്റബോധം കൊണ്ടാണോ എന്ന് ആർക്കറിയാം. ഓട്ടോയിൽ നിന്നിറങ്ങിയ അമ്മയെ കണ്ട് വിനയൻ അരികിലേക്ക് ചെന്നു. മണിയാലത്തമ്മ എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന പ്രായമായ സ്ത്രീയായിരുന്നു അത്. അമ്മ എന്തിനാ ഇവിടേക്ക് വന്നത്? ഇതൊക്കെ ഞങ്ങൾ പരിഹരിക്കില്ലേ? അവർ അതിന് മറുപടി നൽകാതെ ശക്തിയെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി. അതാരാണ് ശക്തി? അഖില ചോദിക്കുമ്പോൾ ശക്തി കൈകൾ കൂട്ടിത്തിരുമി. ശക്തിക്ക് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടെന്ന് കണ്ടറിഞ്ഞതിൻ്റെ അമ്പരപ്പ് അവൾക്കുമുണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ആരെയും എൻ്റേതായി കണ്ടിട്ടില്ല. അവൾ പറയുന്നതൊന്നും മനസ്സിലായില്ലെങ്കിലും വീണ്ടും ചോദ്യം മുതിർക്കാൻ അഖില തയ്യാറായില്ല. ജാനകി, വിനയന്റെ കൈ പിടിച്ച് ഹാളിലേക്ക് കയറിയ ആ സ്ത്രീ ഉറക്കെ വിളിച്ചു. മണിയാലത്തമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? അങ്ങനെ മറക്കുന്ന പ്രായമൊന്നും ആയിട്ടില്ലടി. പഴയ പോലെ എഴുന്നേറ്റ് നടക്കാൻ വയ്യ. ആരെയും സഹായിക്കണമെന്ന് മാത്രം. ആ പെൺകുട്ടി മണിയാലത്തെയാണെന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ മുഖം പ്രതീക്ഷിച്ച് കാത്തിരുന്നത്. അവിടുത്തെയാണ്.
ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടവൾ. അവർ പിറുപിറുത്തുകൊണ്ട് നിറയാൻ തുടങ്ങിയ മിഴികളെ അടക്കി വെച്ചു. ആ കുട്ടി ലളിതയുടെ കൂടി കൊച്ചുമകളല്ലേ, അതോ വിമലിന്റെ രണ്ടാമത്തെ ബന്ധത്തിലെയാണോ? ജാനകിയമ്മ ചോദിച്ചു. ജയശ്രീയുടെ മകൾ തന്നെ. ശക്തിയുടെ കാര്യമാണെന്ന് കേട്ടപ്പോൾ തന്നെ ലളിതയും മോനെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതുവരെ അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ജാനകി. എല്ലാവരും കൂടി പന്ത് തട്ടുമല്ലേ. ചേർത്ത് പിടിക്കാനുള്ള ആരോഗ്യം നമുക്കുമില്ല. അങ്ങനെ പിടിച്ചാൽ തന്നെ അതിനിവിടെ നരകമായിരിക്കും. ശോഭയുണ്ടായിരുന്നതുപോലെയല്ലല്ലോ ഇപ്പോൾ. അവൾ പോയതോടെ മണിയാലത്തെ ഐശ്വര്യം തന്നെ പടിയിറങ്ങിപ്പോയി. ശോഭയോ? ജാനകി പരിചയമില്ലാത്തതുപോലെ മുഖം ചുളിച്ചു. എൻ്റെ 3 ആൺമക്കളിൽ ആദ്യത്തെ 2 പേര് ഒരേ വീട്ടിലെ പെൺകുട്ടികളെയാണ് കല്യാണം കഴിച്ചത്. അതിൽ വിനയന്റെ ഭാര്യയായിരുന്നു ശോഭ. ഇവർക്ക് മക്കളില്ലായിരുന്നു. ശക്തിയെ ജയശ്രീയുടെ വീട്ടുകാർ ഞങ്ങളെ ഏൽപ്പിച്ച കാലം മുതൽ ശോഭയ്ക്ക് അവൾ മകൾ തന്നെയായിരുന്നു. ആദ്യം യൂട്രസ് മുഴയായി, പിന്നെ അത് ക്യാൻസറായി. അവൾ പോയിട്ട് 12 കൊല്ലമായി. അവരപ്പോൾ തന്നെ നിറഞ്ഞു തൂകിയ മിഴികൾ തുടച്ചു. ജാനകിയമ്മയുടെ മനസ്സിൽ ഒരു 5 വയസ്സുകാരിയുടെ മുഖം ഓടിയെത്തി. ഉത്സവകാലങ്ങളിൽ, സപ്താഹ ദിനങ്ങളിൽ മണിയാലത്തമ്മയുടെ കൈ പിടിച്ചു വരുന്ന കുറുമ്പി പെൺകുട്ടി. അവളെ കാണാൻ മറ്റാരും അറിയാതെ ക്ഷേത്രത്തിലെത്തുന്ന ലളിതയെയും അവർക്ക് ഓർമ്മ വന്നു. അച്ഛനും അമ്മയും അവരുടെ ജീവിതം തേടിയിട്ടും 2 വീടുകളിലെ മുത്തശ്ശിമാർ മത്സരിച്ച് സ്നേഹിക്കുന്ന കുറുമ്പി പെൺകുട്ടി. ജിനു, ആ കുട്ടിയെ ഇങ്ങ് വിളിക്കൂ, അവർ ചെറുമകനോട് ആവശ്യപ്പെട്ടു. അവൾ അകത്തേക്ക് വന്നപ്പോൾ ജാനകിയുടെ മുഖം ചുളിഞ്ഞു. ഈ കുട്ടിയെ പിന്നെ ഉപദ്രവിച്ചോ? വീര, അവനെവിടെ? അവർ ദേഷ്യത്തോടെ ചോദിച്ചു. ഏട്ടനല്ല, മണിയാലത്ത് നിന്ന് വന്നവരാണ്. അവിടെ നിന്ന് വന്നവരോ? ജാനകി അതിശയത്തിൽ മണിയാലത്തമ്മയെ നോക്കി. അവർക്കതിൽ അതിശയമൊന്നും തോന്നിയിരുന്നില്ല. സിന്ധുവിനും ആൺമക്കൾക്കും ഇവളോട് ഇഷ്ടക്കേട് കൂടുതലാണ്. അവസരം കിട്ടാൻ കാത്തിരുന്നത് പോലെ അവരടിച്ചു. ഇവൾ നിന്നുകൊടുത്തു. ആ കിട്ടിയതിൽ തെറ്റൊന്നുമില്ലല്ലോ. കല്യാണം കൂടാൻ വന്നിട്ട് നീ എന്ത് തോന്നിയാസമാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? മണിയാലത്തമ്മ അരികിൽ നിന്ന ശക്തിയോട് കയർത്തു. നിന്നോടല്ലേ ഞാൻ ചോദിച്ചത്? അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവർക്ക് ദേഷ്യം വന്നു. സ്വന്തം മകനോടുള്ള ദേഷ്യം മറ്റൊരു വിധത്തിൽ അവളോട് തീർക്കുകയായിരുന്നു അവരും. തനിക്ക് മുന്നിൽ വരുന്നവരെ വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാവും അവൾ അവരെ രൂക്ഷമായി നോക്കി. എന്തേ, നിന്റെ നാവ് ആരെങ്കിലും കൊണ്ടുപോയോ? അമ്മേ, വിനയൻ അവരെ ശാസിക്കുന്നത് പോലെ വിളിച്ചു. നീ മിണ്ടരുത് വിനയ, വളം വെച്ച് കൊടുത്തിട്ടിപ്പോ തലകുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ? വെല്ലിച്ചനെ എൻ്റെ പേരിൽ പള്ളു പറയണ്ട. പിന്നെ ചോദിക്കുന്നവർക്കൊക്കെ മറുപടി നൽകണമെന്ന് നിർബന്ധമില്ലല്ലോ. ശക്തി മുഖം കടുപ്പിച്ചു പറഞ്ഞു. ശക്തി, ആരോടാണ് നീ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നത്? വിനയൻ അവളെ ദേഷ്യത്തിൽ നോക്കി ചോദിച്ചു. ആരാണ് വെല്ലിച്ച? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. മാസങ്ങൾ കൂടുമ്പോൾ വെല്ലിച്ചൻ്റെ ഒരു ഫോൺ കോൾ ഉണ്ടാവും. ഈ ലോകത്ത് ശക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കുന്ന ഒരേ ഒരു വ്യക്തിയായി. എനിക്കൊരു പനി വന്നാൽ, അല്ലെങ്കിൽ ഞാനൊന്ന് തളർന്നു പോയാൽ സാരമില്ല, ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ പോലും ഇവിടെ വന്നിരിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഒരു കുടുംബത്തിൻ്റെ സുരക്ഷ നൽകിയിട്ടില്ല ആരും. പിന്നെ ഉപദ്രവിച്ചത്, അതിൻ്റെ കണക്ക് ഞാനായി തന്നെ തീർത്തു കൊടുക്കുന്നുണ്ട്. ഞാനും കാര്യങ്ങൾ മനസ്സിലാവാതെ പോയതിൻ്റെ അമ്പരപ്പിൽ നിന്നതുകൊണ്ട് പ്രതികരിക്കാനും കഴിഞ്ഞില്ല. അവളുടെ മുറുകിയ ഭാവത്തിൽ നിന്ന് വിനയനും ചിലതെല്ലാം മനസ്സിലാക്കിയിരുന്നു. എൻ്റെ പേരിൽ കുറച്ച് പണമിട്ട് എല്ലാവരും ബാധ്യത ഒഴിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ചോദ്യം ചെയ്യാൻ വരരുത്. എൻ്റെ പ്രായം 10 നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് തലകുനിക്കാൻ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം ശരിയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ മണിയാലത്തുകാർക്കോ ലളിതാഭവനത്തിലുള്ളവർക്കോ അവകാശമില്ല. പകരം ഇവിടെയുള്ളവർക്കുണ്ട്. ഞാൻ മൂലം ഇത്രയും നാണക്കേട് ഇവർക്ക് വന്നതിനാൽ ഇവർ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയുമാണ്. പിന്നെ ഇത്രയൊക്കെ നിന്നുകൊണ്ടത് കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാവാതെ പകച്ചു പോയത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ആരെയും ഭയന്നിട്ടല്ല. മുമ്പ് എന്നെ കൈവച്ചതിനുള്ള മറുപടി മണിയാലത്തെ വിനീഷിന് കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കാൻ കഴിയും. തല്ലിയ വീര്യം അവനോട് അപ്പോൾ കാണിക്കാൻ പറഞ്ഞാൽ മതി. ജാനകിയമ്മ അതിശയത്തോടെ ആ പെണ്ണിനെ നോക്കിപ്പോയി. മണിയാലത്തമ്മയ്ക്കാണെങ്കിൽ അവളൊരു അഹങ്കാരി നിഷേധിയുമായി തോന്നി. പാലാഴിയിൽ ജാനകിയമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ടും അതിനേക്കാൾ വീരഭദ്രൻ്റെ അച്ചമ്മയായതുകൊണ്ടുമുള്ള ബഹുമാനം മൂലമാണ് ഞാൻ ഇവിടെ നിന്നും ധിക്കരിച്ചു പോകാതെ ഇരുന്നത്. കുറച്ചു സമയങ്ങൾക്ക് മുമ്പ് അഖിലയിലൂടെ ജാനകിയമ്മയുടെ മുറിയുടെ ജനലോരം അവൾ എത്തി നിന്ന് നിമിഷം ഓർത്തുകൊണ്ട് ശക്തി അവരെ നോക്കി. ആ മെല്ലിച്ച കൈകൾ തൻ്റെ വിരലുകളിൽ മുറുക്കി. ഞാൻ പറയുന്നത് നീ കേൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശക്തിക്ക് തലയാട്ടാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. എനിക്ക് വേണം നിന്നെ. ഒരിക്കൽ കൂടി അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവർ കൈവിടുമ്പോൾ ശക്തിയെ ധൈര്യപ്പെടുത്തിയത് അഖില തന്നെയാണ്.
വീരന് പോലും അറിയില്ല ശക്തി, അവന് നിന്നോടുള്ള വികാരം എന്താണെന്ന്. അച്ഛമ്മ എന്നോട് നിങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയൊക്കെ നടന്നത് നിന്റെ പ്ലാൻ അല്ലെന്ന് എനിക്കറിയാം. വിധിയാണ്. ആ വിധി നൽകുന്നതെന്തും നീ സ്വീകരിക്കണം. വീരനെ കുറ്റം പറയാൻ കഴിയില്ല. അവൻ ലക്ഷ്മിയെ കണ്ട ശേഷമാണ് ഒരു വിവാഹം ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതിന് ഈ വീട്ടിലുള്ളവരുടെ നിർബന്ധവും ഉണ്ടാവും. ഇതുവരെ ചെയ്തു വെച്ച കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയൊരുവന്റെ പരിഭ്രാന്തിയാണ് അവനീ കാണിക്കുന്നത്. അത് മാറുമ്പോൾ അവനും മാറും. എനിക്കറിയാം. അഖിലയോട് പതിയെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവൾ ആ പന്തലിൽ ഇടം പിടിച്ചിരുന്നു. അതിനുശേഷമാണ് വിനീഷും സനീഷും വന്നതും അടി കിട്ടിയതും. തനിക്ക് മുന്നിൽ നടന്ന സംസാരങ്ങളിലൂടെ മറ്റാരും പറയാതെ തന്നെ ജാനകിയമ്മ കാര്യങ്ങൾ മനസ്സിലാക്കി. എങ്കിലും അവർ തന്റെ മുന്നിലിരിക്കുന്നവരെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചിരുന്നില്ല. മണിയാലത്തമ്മേ, വെറുതെ സംസാരിച്ച് മുഷിയേണ്ട. അവൾ തെറ്റ് ചെയ്തെങ്കിൽ എൻ്റെ ചെറുമകനും തുല്യ പങ്കാളിത്തമുണ്ട്. ഇവളെ വിചാരണ ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളെയൊക്കെ ഇവിടേക്ക് വരുത്തിയത്. എനിക്കിവളെ വേണമെന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോഴേക്കും ലളിതയും മകൻ ജയനും വന്നിരുന്നു. ശ്രീയുടെ അമ്മ ജയശ്രീയുടെ അമ്മയും സഹോദരനുമായിരുന്നു അവർ. സംശയത്തോടെ ജയന്റെ മിഴികൾ ശക്തിയിൽ പതിഞ്ഞെങ്കിലും വല്യച്ഛൻ വിനയനോടല്ലാതെ മറ്റാരോടും അവൾ ഒരു സൗഹൃദഭാവം പോലും കാട്ടിയിരുന്നില്ല. എന്താ ചേച്ചി ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? ലളിത ആദ്യയോട് ചോദിച്ചു. ഒപ്പം ജാനകിയെ സംശയത്തോടെ നോക്കുകയും ചെയ്തു. ഓർമ്മയില്ലേ ലളിതേ? വർഷങ്ങൾ കുറേ ആയില്ലേ? അവർ പരസ്പരം പരിചയം പുതുക്കി. 3-4 വയസ്സുവരെ താൻ വളർത്തിയ കൊച്ചുമകളെ കാണാൻ കൊതിയോടെ ഓടി വന്നവരുടെ വരവ് നിലച്ച കഥയിലേക്ക് അവർ കടന്നില്ല. അല്ലെങ്കിലും അകന്നു പോകുമ്പോൾ ചില ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴുമല്ലോ. ജാനകി ചുരുക്കത്തിൽ അവിടെ നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. എനിക്കിനി ഒന്നിലും ഇടപെടാൻ കഴിയില്ല ചേച്ചി. ഇവർക്കാർക്കും ഇവളുടെ കാര്യത്തിൽ താല്പര്യമില്ല. വേണ്ടതെല്ലാം മുന്നേ തന്നിരുന്നതല്ലേ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടെങ്കിൽ പിന്നിവരെ നിർബന്ധിക്കാൻ കഴിയുമോ? ജയന് അവന്റെ കുടുംബമുണ്ട്. ജയശ്രീയെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താനും കഴിയില്ല. ഇവരുടെ അച്ഛന്റെ നിർബന്ധമായിരുന്നു വിമലുമായിട്ടുള്ള വിവാഹം. അവസാനം ഇവളെ 3 മാസം വയറ്റിലിട്ട് വന്നു കയറിയതാ അവളവിടെ. കണ്ണീരും കുത്തുവാക്കുകളും ഒരുപാട് കേട്ടു. 2-3 വയസ്സുവരെ ഇവൾക്ക് വേണ്ടി കളഞ്ഞതാണ് ജയശ്രീ. അവൾക്കൊരു നല്ല ബന്ധം വന്നപ്പോൾ ഇവളൊരു ബാധ്യതയാകരുതെന്ന് നന്ദൻ തന്നെ പറയുമ്പോൾ ധിക്കരിക്കാൻ ഞങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല. അവൾക്കൊരു ജീവിതമുണ്ടായി കണ്ടാൽ മതിയായിരുന്നു. ജയശ്രീക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചതെല്ലാം ഇവൾക്ക് കൊടുത്തതാണ്. അവൾ പോയപ്പോൾ ഉള്ള സ്വർണം വരെ ഇവൾക്ക് നൽകി. ആദ്യമൊക്കെ ഇവളെക്കുറിച്ച് അവൾ ചോദിക്കുമായിരുന്നു. ഞങ്ങളായിട്ടാണ് അത് തടഞ്ഞത്. ഇവളുടെ പേരിൽ അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പിണക്കം പാടില്ലല്ലോ. പ്രത്യേകിച്ച് നന്ദൻ തന്നെ ഞങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ നോക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ പിള്ളേരുടെ അച്ഛൻ മരിച്ച ശേഷം ജയനും ദിവ്യയ്ക്കും ഇവളെ അവിടെ നിർത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടപ്പോഴാണ് ഞാൻ മണിയാലത്തേക്ക് വിട്ടത്. പിന്നെ അവിടെയും ഇവളുടെ കുറുമ്പുകൾക്ക് കുറവില്ലായിരുന്നു. എന്നെപ്പോലെ ദിവ്യയ്ക്ക് അതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റുമോ? അവരാ പറഞ്ഞ കുറുമ്പ് ഒരു ബാലികയുടെ ഹൃദയത്തിൽ വീഴ്ത്തിയ മുറിവുകൾ എത്ര വലുതാണെന്ന് അപ്പോഴും ചിന്തിച്ചിരുന്നില്ല. അതുമൂലം അവൾ കടന്നുപോയ ട്രോമകളും അവർക്കറിയില്ല. എല്ലാം അറിയുന്ന വിമൽ നിശബ്ദനായി. 4 വയസ്സുവരെ ഒരു കുറവും അറിയിക്കാതെ അമ്മ വീട്ടുകാർ വളർത്തിയെങ്കിൽ അതേ ഉത്തരവാദിത്തം അച്ഛനും കുടുംബത്തിനുമുണ്ടല്ലോ. ലളിതയുടെ വാക്കുകളിൽ നിന്ന കുറ്റപ്പെടുത്തലിന്റെ ധ്വനി മണിയാലത്തമ്മയ്ക്ക് മനസ്സിലായി. നീ 4 കൊല്ലം ഒപ്പം നിർത്തി വളർത്തിയെങ്കിൽ അതിനുശേഷം 12 വയസ്സുവരെ അവൾ മണിയാലത്ത് തന്നെയാണ് ജീവിച്ചത്. അവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറ്റിയതിനും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. നീ ഇവളെ എന്ത് കാരണം കൊണ്ടാണോ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടത് അതേ കാരണം തന്നെയാണ് ഞങ്ങളും ഇവിടെ ഹോസ്റ്റലിലേക്ക് മാറ്റിയത്. തൻ്റെ മുത്തശ്ശിമാരെ കണ്ടിട്ട് യാതൊരു സ്നേഹവും ബഹുമാനവും ഇല്ലാതെ ശക്തി നിന്നതിൻ്റെ കാരണം അപ്പോൾ ജാനകിയമ്മയ്ക്ക് മനസ്സിലായി. ഒന്ന് നിർത്തിക്കേ. നിങ്ങളൊക്കെ നോക്കി വളർത്തിയതിൻ്റെ കണക്ക് കേൾക്കാനല്ല ഇവിടെയുള്ളവർ വിളിച്ചു വരുത്തിയത്. വിനയൻ ഇടയ്ക്ക് കയറി. ഇല്ലെങ്കിൽ സംസാരങ്ങൾ അതിരുകടക്കും. മുറിവേൽക്കപ്പെടുന്നത് നിശബ്ദയായി നിൽക്കുന്ന ഒരു പെണ്ണും. എനിക്കിതിൽ യാതൊരു അഭിപ്രായവുമില്ല വിനയ. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണമെന്ന് പലവട്ടം ഉപദേശിച്ചിട്ടുണ്ട്. വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ അവൾ തന്നെ എടുക്കട്ടെ. ഏതാണ്ട് 5-6 വർഷത്തിന് ശേഷം കാണുന്ന തൻ്റെ മകളുടെ മകളോട് അവർക്കൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. എന്തെങ്കിലും അനുകമ്പ കാണിച്ചാൽ അവൾ കൂടെ വരുമോ എന്നുള്ള ഭയവും അവർക്കുണ്ടായിരുന്നു. മകന്റെ ഇടയ്ക്കിടെയുള്ള നോട്ടം ബാധ്യത ഏൽക്കാൻ പാടില്ലെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. അല്ലെങ്കിലും തിരിച്ചറിവ് വരാത്ത പ്രായത്തിൽ തന്നെ ജയന്റെ ഭാര്യ ദിവ്യ എതിർത്തത് മൂലം ഉപേക്ഷിച്ചവളെ ഈ പ്രായത്തിൽ അവിടേക്ക് കൂട്ടുമെന്നത് മിഥ്യയാണ്. ജാനകിയമ്മയ്ക്ക് കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലാത്തതിനാൽ
എൻ്റെ തീരുമാനത്തിനെ ശക്തി അനുസരിക്കുമെന്ന് ഉറപ്പുണ്ട്. എന്നിരുന്നാലും ഇവിടെ വന്നു കൂടിയവരുടെ മുന്നിൽ പാലാഴിയിലെ മൂത്ത മരുമകളായി വരാൻ പോകുന്ന പെൺകുട്ടിയെ മറ്റാരും കുറ്റപ്പെടുത്തുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം ഇനിയുള്ള ചടങ്ങിൽ നിങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഏട്ടൻ്റെ സമ്മതം വേണ്ടേ അച്ഛമ്മേ? ജിനു അവരുടെ തീരുമാനം അത്ര ഇഷ്ടമാകാതെ ചോദിച്ചു. അവന്റെ സമ്മതം നേടിയെടുക്കാൻ എനിക്ക് മറ്റാരുടെയും സഹായം വേണ്ട ജിനു. എന്തായാലും ശക്തിയുടെ കാര്യം നേടിയെടുക്കാൻ നിന്റെ അമ്മയെ പോലെ ആത്മഹത്യാ ഭീഷണിയൊന്നും ഞാൻ മുഴക്കില്ല. ജിനുവിന്റെ മുഖം കറുത്തു. വീരനെ ഒരു വിവാഹം കഴിപ്പിക്കാൻ അവരുടെ അമ്മ ഭദ്ര ശ്രമിച്ചതിനെ കുറിച്ചാണ് ജാനകി അമ്മ പറഞ്ഞത്. പക്ഷേ വധു ഭദ്രയുടെ സഹോദരന്റെ മകളായിരുന്നുവെന്ന് മാത്രം. പ്രസേന, അവർ ഉച്ചത്തിൽ വിളിച്ചു. എന്താ അമ്മേ? ഈ പെൺകുട്ടി നിന്റെ മൂത്ത മരുമകളാകുന്നതിൽ നിനക്ക് എതിർപ്പുണ്ടോ? അപ്പോൾ ലച്ചു, നിനക്ക് 2 ആൺമക്കളില്ലേ പ്രസേന? ലച്ചുവിന് സമ്മതമാണെങ്കിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ജിനുവും ലച്ചുവും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ. ജിനുവിന്റെ മിഴികൾ തിളങ്ങി. ആഗ്രഹിച്ച കാര്യം അതിനൊരു വാക്കുപോലും ഉരിയാടാതെ നേടിയെടുക്കാൻ കഴിഞ്ഞവന്റെ സന്തോഷമായിരുന്നു അത്. അവൻ അല്ലുവിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ണിറുക്കി കാണിച്ചു. ഒപ്പം വീരന്റെയും ഇവളുടെയും അതേ പന്തലിൽ തന്നെ നടക്കണം. എനിക്ക് സമ്മതമല്ല, ശക്തി പെട്ടെന്ന് പറഞ്ഞു. ജയൻ അവൾക്ക് നേരെ കൈയോങ്ങി ചെന്നു. മിണ്ടരുത് നീ. ഇത്രയുമൊക്കെ ഉണ്ടാക്കി വെച്ച് മാനക്കേട് വരുത്തിയിട്ട് സമ്മതമല്ലെന്നോ? ഒറ്റയടിക്ക് ഉറക്കിക്കളയും ഞാൻ. അയാൾ മുരണ്ടു. അയാളുടെ അതേ ഭാവം തന്നെയായിരുന്നു അവളുടെ മുത്തശ്ശിമാർക്കും. നിർത്ത്, കയ്യാങ്കളി ഇവിടെ വേണ്ട. അമ്മാവന്റെ അധികാരമാണ് ജയൻ കാണിക്കുന്നതെങ്കിൽ അതിനുള്ള യോഗ്യത ആർക്കുമില്ലെന്ന് ഇവൾ തന്നെ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ലളിതേ, പാലാഴി വീടിനുള്ളിൽ നിന്റെ മകന് ഈ പെൺകുട്ടിക്ക് നേരെ അധികാരം കാണിക്കാൻ യാതൊരു അവകാശവുമില്ലെന്ന് പറഞ്ഞു കൊടുക്കണം. ഇവൾ ഇപ്പോൾ മുതൽ ഇവിടുത്തെ കുട്ടിയാണ്. ജാനകിയുടെ വാക്കുകളുടെ കടുപ്പം മനസ്സിലാക്കി ജയൻ പിൻവാങ്ങിയെങ്കിലും അയാളുടെ രൂക്ഷമായ നോട്ടം ശക്തിയിൽ തന്നെയായിരുന്നു. എന്താണ് ശക്തി വേണ്ടെന്ന് പറഞ്ഞത്? അവൾ മുഖം കുനിച്ചു. വീരനെ ഓർത്താണോ? അവർ ചോദിച്ച നിമിഷം അവൾ അതേന്ന മട്ടിൽ തലയാട്ടി. ഭദ്രേട്ടൻ ഒരിക്കലും അംഗീകരിക്കില്ല. ശത്രുക്കളെ പോലെ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇപ്പോൾ തന്നെ വെറുപ്പായി കഴിഞ്ഞു. അതിലിനി മറ്റൊരു ഭാവം ഉണ്ടാവാൻ പാടില്ല. ഒട്ടും ഇടറാതെയുള്ള അവളുടെ ഉറച്ച മറുപടിയിൽ അവർക്ക് അവളോട് സ്നേഹം തോന്നി. അത് കേട്ടുകൊണ്ടാണ് ചന്ദ്രുവിനൊപ്പം വീരൻ താഴേക്ക് വന്നത്. അവൻ അവളെ നോക്കിയിരുന്നില്ല. അവന്റെ മുഖത്തെ കടുപ്പം കണ്ട നിമിഷം ശക്തി നിശബ്ദയായിരുന്നു. എന്താണ് ഭദ്രൂട്ട നിനക്ക് പറയാനുള്ളത്? അച്ചമ്മ പറയുന്നത് പോലെ. തല താഴ്ത്തി അവൻ പറയുമ്പോൾ അവരുടെ നോട്ടം ചന്ദ്രുവിലെത്തി. അവൻ അതേന്നതുപോലെ തല കുലുക്കുമ്പോൾ അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ശക്തി കേട്ടല്ലോ അവൻ പറഞ്ഞത്. വിവാഹത്തിന് അവന് സമ്മതമാണ്. ഇനിയും നിനക്ക് എതിർപ്പുണ്ടോ? അവളുടെ നോട്ടം ഭദ്രനിലെത്തി. അവൻ അവൾക്ക് മുഖം നൽകിയില്ല. പാലാഴിയിലുള്ളവരുടെ അഭിമാനത്തെക്കാൾ അവൾ ചിന്തിച്ചത് വീരഭദ്രനെ കുറിച്ചാണ്. ചേട്ടൻ ആലോചിച്ച പെണ്ണിനെ അനിയൻ സ്വന്തമാക്കുമ്പോൾ അപഹാസ്യനാകുന്നവനെ അവൾ മനക്കണ്ണിൽ കണ്ടു. അവൾക്ക് നോവു തോന്നി. താൻ പ്രതീക്ഷിക്കാതെ ആരുടെയൊക്കെ കരുവായി മാറിയിരിക്കുന്നു. എതിർപ്പില്ല, പക്ഷേ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ലെന്നൊരു തോന്നലുണ്ടായാൽ പോകാൻ അനുവദിക്കണം. അപ്പോൾ ഒരു ബന്ധത്തിന്റെ പേരിലും പിടിച്ചു നിർത്തരുത്. തന്റെ ഭാവി മുൻകൂട്ടി കണ്ടതുപോലെയായിരുന്നു അവളുടെ സംസാരം. നിനക്ക് ഈ വീട്ടിൽ ശ്വാസം മുട്ടുമെങ്കിൽ ഒരിക്കലും പിടിച്ചു നിർത്തില്ല ഞാൻ. എവിടേക്ക് പോയാലും ഞാൻ ജീവിക്കുവോളം പാലാഴിയിൽ വീരഭദ്രസേനന് ഒരു ഭാര്യയെ ഉണ്ടാകൂ. അത് നീയായിരിക്കും. അവർ അവൾക്ക് വാക്ക് നൽകിക്കൊണ്ട് തന്റെ വലം കൈ വീരഭദ്രന് നേരെ നീട്ടി. അവൻ അവരുടെ കൈവെള്ളയിൽ തന്റെ വലം കൈ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ ഉറപ്പിച്ചു. അപ്പോഴും അവനുള്ള അതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു. പ്രസേന, നിന്റെ ഭാര്യയ്ക്ക് എതിർപ്പ് വല്ലതും ഉണ്ടോന്ന് ചോദിക്കേ. തന്റെ തീരുമാനം പറയുമ്പോൾ വെട്ടിത്തിരിഞ്ഞു പോയവളെ മിന്നായം പോലെ കണ്ട ഒരു ഓർമ്മയിൽ അവർ പറഞ്ഞു. പ്രസേനന്റെ മിഴികൾ തന്റെ ഭാര്യയെ തേടി. അയാൾ അകത്തേക്ക് ചെന്നു. ഭദ്രേ, തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇതല്ലാതെ മറ്റെന്ത് മാർഗമാണുള്ളത്? എൻ്റെ മകന് അവളെപ്പോലൊരു പെണ്ണിനെ വേണ്ട. അങ്ങനെയെങ്കിൽ നിന്റെ മകന്റെ യോഗ്യത എന്താണ് ഭദ്രേ? അയാളുടെ ചോദ്യത്തിൽ അവരുടെ നാവടഞ്ഞു. അമ്മ നിന്നോട് ഇതുവരെ അഭിപ്രായം ചോദിക്കാഞ്ഞതിന്റെ വാശി പ്രകടിപ്പിച്ചാൽ പുതിയ പ്രശ്നങ്ങൾ വേറെയുണ്ടാകും. എല്ലാം ആലോചിച്ചു വേണം പെരുമാറാൻ. പ്രസേനൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഒറ്റ വാക്കിൽ അവർ തനിക്ക് സമ്മതമെന്നറിയിച്ചു. അതിൽ കൂടുതലൊന്നും ഭദ്ര അയയില്ലെന്നറിയാവുന്നത് കൊണ്ട് പ്രസേനൻ തിരികെ പോയി. വാശി കാണിച്ചും പട്ടിണി കിടന്ന മകനെ വിവാഹത്തിലേക്ക് എത്തിച്ചപ്പോൾ തന്റെ മനസ്സിൽ കണ്ട പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നതിനു മുമ്പേ ആ സ്ഥാനത്തേക്ക് വന്ന പ്രമീലയുടെ മകളെ തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനു പുറമെയാണ് തന്റെ 2 ആൺമക്കളും ഒരേപോലെ വിവാഹിതരാകാൻ പോകുന്നത്. അതും തനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട്.
ഭദ്രേ, ഗൗരവം നിറഞ്ഞ വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ഭരതനും മകൾ ഭവികയും. ഭദ്രയുടെ സഹോദരനാണ് ഭരതൻ. ഏട്ടാ, വരില്ലെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാതെ ഇരിക്കാൻ കഴിയുമോ? അവന്റെ കല്യാണം ഇങ്ങനെ നടത്തും മുമ്പ് നിനക്കെൻ്റെ മകളെക്കുറിച്ച് ഓർക്കാമായിരുന്നു. നീ ആശിപ്പിച്ചതല്ലേ ഇവളെ. ഞാൻ എന്ത് ചെയ്യാനാണ് ഏട്ടാ? എൻ്റെ വാക്കുകൾക്ക് ഇവിടെ ആരെങ്കിലും വില തരുമോ? ഏട്ടൻ പറഞ്ഞതുപോലെ നിർബന്ധം പിടിച്ചുകൊണ്ട് അവനെ കല്യാണത്തിന് സമ്മതിപ്പിച്ചു. പിറ്റേന്ന് ഭവിമോളുടെ കാര്യം അവതരിപ്പിക്കാമെന്ന് കരുതിയപ്പോഴല്ലേ പ്രമീള വന്നതും ലച്ചുവിനെ അവൻ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞത്. എതിർക്കാനുള്ള അവസരം ലഭിക്കും മുന്നേ അദ്ദേഹം വാക്ക് നൽകിയില്ലേ? അവനോട് സംസാരിക്കാമെന്ന് കരുതിയപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് സമ്മതം അറിയിക്കുകയും ചെയ്തു. അതിനിടയിൽ എനിക്കെങ്ങനെ എതിർക്കാൻ കഴിയും? പിന്നെ ജിനുവിനെയാണ് പ്രതീക്ഷിച്ചത്. ആരെങ്കിലും ഒരാളിവളെ കല്യാണം കഴിച്ചാലും ഇവിടേക്ക് വരുമെന്ന് കരുതി. പക്ഷേ ഏട്ടന് അതിഷ്ടമല്ലല്ലോ. അവരിൽ പരിഭവം നിറഞ്ഞു. അയാൾ അവരുടെ പരിഭവം ശ്രദ്ധിച്ചില്ല. ഞാനും ജാനകിയമ്മയോട് സംസാരിച്ചു. അവർ തീരുമാനത്തിൽ നിന്ന് മാറില്ല. എവിടെയോ കിടന്ന തെണ്ടിപ്പെണ്ണ് അതുമാത്രമാണോ? നമ്മുടെ വീരന്റെ കൂടെ മാത്രമാണ് അവൾ കിടന്നിട്ടുള്ളതെന്ന് എന്താണ് ഉറപ്പ്? നീ സംസാരിക്കണം ഭദ്രേ. നിന്റെ മകന്റെ ജീവിതമാണ്. ഈ ലീവിംഗ് ടൂതർ എന്ന് പറയുന്നത് തുണി മാറുന്നത് പോലെയാ. വീരനെ നിനക്കറിയാലോ. അപ്പോൾ അവന്റെ കൂടെ കൂടിയ പെണ്ണിന്റെ കാര്യം പറയണോ? ആണുങ്ങളെ പോലെയാണോ പെണ്ണുങ്ങൾ? ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവളുമാരെ കൈപിടിച്ച് കയറ്റിയാൽ നിന്റെ കുടുംബം തന്നെ ഇല്ലാതെയാകും. അല്ലേലും ഈ കുടുംബത്തിലെ ആണുങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞു തരണോ? വേറെ ആരായിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പറയില്ലായിരുന്നു. ഇത്രയുമൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നീ എതിർക്കണം ഭദ്രേ. അയാൾ എരുതിയിൽ എണ്ണയൊഴിച്ചു. എന്നോട് ക്ഷമിക്കും മോളെ. നിറഞ്ഞ കണ്ണുകളോടെ നിന്ന ഭവികയുടെ കവളിൽ തലോടി ഭദ്ര പറഞ്ഞു. സാരമില്ലപ്പച്ചി, ഞാൻ കാര്യങ്ങളെ മുമ്പേ ഉൾക്കൊണ്ടതല്ലേ. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ ഒന്നുകൂടി സംസാരിച്ചു നോക്കട്ടെ. അവന്റെ എല്ലാ സ്വഭാവങ്ങളും മനസ്സിലാക്കി സ്നേഹിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ തന്നെയല്ലേ നല്ലതെന്ന് ചോദിക്കട്ടെ ഞാൻ. ഭദ്ര മുറിയിൽ നിന്നിറങ്ങിയ നിമിഷം ഭരതന്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. അവനിപ്പോൾ ആരെ കല്യാണം കഴിച്ചാലും ഭദ്ര അധിക നാൾ അവളെ ഇവിടെ വാഴിക്കില്ല. എൻ്റെ മോള് തന്നെ വീരഭദ്രന്റെ ഭാര്യയായിരിക്കും. അത് അച്ഛൻ തരുന്ന വാക്കാണ്. ഭരതന്റെ ഭാര്യ കല അവിടേക്ക് വന്നുകൊണ്ട് ദേഷ്യത്തിൽ അയാളെ നോക്കി. നിന്റെ അച്ഛന് ഭ്രാന്താണ്. അത് കേട്ട് തുള്ളി ഉള്ള ജീവിതം നശിപ്പിക്കരുത്. ലോകത്താകെയുള്ള ചെറുക്കനല്ല അവൻ. പക്ഷെ ഞാൻ കണ്ടെത്തിയതിൽ ഏക വ്യക്തി അവനാണ്. അവനെ വിട്ടുകളഞ്ഞാലാണ് ഭ്രാന്ത് പിടിക്കുക. അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ 40% ഷെയർ അവന്റെയാണ്. പിന്നെ പാലാഴിയിലെ മൂത്ത സന്തതിക്കുള്ള അവകാശങ്ങൾ നിനക്കറിയുമോ? ജിനുവിനേക്കാൾ പാലാഴിയിലെ അവകാശം വീരഭദ്രനാണ്. അവനിനി എത്ര വൃത്തികെട്ട സ്വഭാവമുണ്ടെങ്കിലും അതിനു മുന്നിൽ ഞാൻ കണ്ണടയ്ക്കും. എൻ്റെ മകളും. മാത്രവുമല്ല, എൻ്റെ മകൾക്ക് ജോലി ചെയ്യാൻ സ്വന്തം ഹോസ്പിറ്റലിലുള്ളത് നല്ലതല്ലേ? അയാൾ ചിരിയോടെ മകളെ നോക്കി. അത് മനസ്സിലായതുപോലെ അവളും ചിരിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ലാത്തതിനാൽ കല മുഖം തിരിച്ച് ഇറങ്ങിപ്പോയി. ഭദ്ര ചെല്ലുമ്പോൾ അവരുടെ വിവാഹം ഒരിക്കൽ കൂടി ഉറപ്പിച്ചതുപോലെയുള്ള സംസാരം ഉയർന്നു കേട്ടു. നിർത്ത്, എനിക്ക് ചിലത് പറയാനുണ്ട്. ഭദ്രേ, വേണ്ട. സേനൻ തടയാൻ ശ്രമിച്ചു. ഞാൻ പ്രസവിച്ച എൻ്റെ മകന്റെ കാര്യമാണ് സേനേട്ടാ. അവരുടെ മുഖം കടുത്തു. ഭദ്ര പറയൂ. ജാനകിയമ്മ ചാരിയിരുന്നു കൊണ്ട് അവരെ നോക്കി പറഞ്ഞു. അവർക്കാണെങ്കിൽ അതൊരു നാടകം കാണുന്ന ഭാവമാണ്. ഈ പെണ്ണ് ഇവന്റെ കൂടെയാണ് കഴിഞ്ഞതെന്നല്ലേ പറയുന്നത്? അങ്ങനെയെങ്കിൽ ഇവൾ ഇതേപോലെ എത്ര പേരുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടാകും? ശക്തി ഞെട്ടലോടെ അവരെ നോക്കി. ജാനകിയമ്മയുടെ ശബ്ദം ഉയർന്നു. ഭദ്രേ, അമ്മ ഒച്ചയെടുത്ത് എന്നെ പേടിപ്പിക്കാൻ നോക്കേണ്ട. പലരുടെ ഒപ്പം കഴിഞ്ഞൊരുവളെ അടുക്കളക്കാരിയാക്കി ദയ കാണിച്ചതുപോലെ എൻ്റെ മകന്റെ ഭാര്യയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവളുടെ പല ബന്ധങ്ങളിൽ ഒന്നു മാത്രമാണ് വീരൻ. അത്ര പോലും ശുദ്ധിയില്ലാത്തൊരുവളെ ഇവിടെ കയറ്റിയാൽ വീരൻ മാത്രമല്ല, വേറെയും ആണുങ്ങളുള്ള വീടാണ്. ഭദ്രയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുവരെ കേട്ടതിനേക്കാൾ സഹിച്ചതിനേക്കാൾ വലിയ അപമാനം നേരിട്ട നിമിഷം ശക്തി പുറത്തേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞു. ആ നിമിഷം വീരഭദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. ഇരുവരുടെ നോട്ടം ഇടയുമ്പോൾ ഏതാണ്ട് ഒരാഴ്ചയുടെ ശ്രമത്തിനൊടുവിൽ അവളെ പൂർണ്ണമായും സ്വന്തമാക്കിയ നിമിഷമായിരുന്നു അവൻ ഓർമ്മ വന്നത്. വിട്. മുരണ്ടതുപോലെ അവൾ പറയുമ്പോൾ വീരൻ ഒന്നുകൂടി മുറുകെ പിടിച്ചു. നേരത്തെ കണ്ടതിൽ നിന്നും അവന്റെ ഭാവം വ്യത്യസ്തമായിരുന്നു. അവളോടുള്ള സമീപനവും. അത് ചിലപ്പോൾ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞതിൻ്റെയാണെന്ന് അഖിലെ ഉൾപ്പെടെയുള്ളവർ കരുതി. വീരൻ തിരിഞ്ഞ് ഭദ്രയെ നോക്കി. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. എന്ത് കൂടിപ്പോകാനാണടാ? നീ പോയാൽ അടുത്ത ഒന്ന്, അത്രയുള്ളൂ ഇവൾക്കൊക്കെ. വീര, നീ ക്ഷണിച്ചിട്ട് വന്നവളാണ്. നിന്റെ മുറിയിൽ അവളെ കണ്ടെത്തിയെങ്കിൽ അതിന് പിന്നിൽ നിനക്കും പങ്കുണ്ട്. അതേപോലെ നിന്റെ അമ്മയ്ക്കുള്ള മറുപടി കൂടി കൊടുക്കാതെ അവളെ വീണ്ടും അപമാനിക്കരുത്.
വീരന്റെ ശക്തിയോടുള്ള ചായ്വ് ഒരൊറ്റ നിമിഷം കൊണ്ട് മനസ്സിലാക്കിയ ജാനകി ഉറക്കെ പറഞ്ഞു, എനിക്ക് മറുപടി കൊടുക്കാനുള്ളത് അമ്മയോടല്ല, അച്ഛനോടാണ്. എൻ്റെ ഒപ്പം കഴിഞ്ഞിട്ടുള്ള ഏതൊരു പെണ്ണിനെ കുറിച്ച് അമ്മ ചോദിച്ചാലും ഞാൻ അമ്മയുടെ പക്ഷം തന്നെ ചേരുമായിരുന്നു. പക്ഷേ ശക്തിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അച്ഛനൊപ്പം മാത്രമേ അമ്മ കിടന്നിട്ടുള്ളൂ എന്ന ഉറപ്പ് അച്ഛനുള്ളതുപോലെ ഇവളുടെ കാര്യത്തിൽ എനിക്കുമുണ്ട്. ഇനിയും അമ്മയ്ക്ക് എന്നെ ചോദ്യം ചെയ്യണമെന്നാണെങ്കിൽ അമ്മ സ്വയം അമ്മയെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും. മുഖത്തടിയേറ്റതുപോലെ ഭദ്ര ചുവന്നുപോയി.